എന്താണ് നെയിൽ ബൈറ്റിംഗ് ഹാബിറ്റ്? നമ്മൾ തംസക്കിങ്, മൗത്ത് ബ്രീത്തിങ്, അതുപോലെ കുറേ ഓറൽ ഹാബിറ്റ്സിനെ കുറിച്ച് പറയാറുണ്ടല്ലോ. അതുപോലത്തെ ഒരു ഹാബിറ്റ് തന്നെയാണ് നെയിൽ ബൈറ്റിംഗ് ഹാബിറ്റ്. ഇത് പൊതുവേ ഉള്ളതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കുട്ടികൾ ഇങ്ങനെ കടിക്കണ സമയത്ത് താഴത്തെ താടിയിൽ കുറച്ചും കൂടെ ബാക്കിലോട്ടും മേലത്തെ താടിയിൽ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ടായിട്ട് വളരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. താഴത്തെ പല്ലുകൾക്ക് തേയ്മാനം കൂടുതൽ സംഭവിക്കും. അതേപോലെ ഈ നഖം കൊള്ളുമ്പോൾ ചെറിയ ഗം ഇഞ്ചുറീസ്, ഓറൽ അൾസേഴ്സ് ഒക്കെ വരാം. അതേപോലെ തന്നെ നഖം കടിക്കുമ്പോൾ അത് വൃത്തിയാണോ എന്നറിയില്ല, അതിലുള്ള വല്ല ബാക്ടീരിയാസ് പോയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഓറൽ ഇൻഫെക്ഷൻസും വരാറുണ്ട്. ഇത് പൊതുവേ സെക്കൻഡറി ഹാബിറ്റ് ആയിട്ടാണ് കാണാറുള്ളത്. ഏതെങ്കിലും ഒരു തംസക്കിംഗ് ഉള്ള കുട്ടിക്കാണ് പൊതുവേ നെയിൽ ബൈറ്റിംഗ് കാണാറുള്ളത്. തംസക്കിംഗ് എങ്ങനെയാണ് വരുന്നത്? ഈ പാരൻസിന്റെ സ്നേഹം, അറ്റൻഷൻ കൂടുതൽ കിട്ടാത്ത കുട്ടികൾക്കാണ് തംസക്കിംഗ്, നെയിൽ ബൈറ്റിംഗ് പോലത്തെ ഹാബിറ്റ്സ് കാണാറുള്ളത്. ഇത് കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കുക, ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. ഇതിന് ചെറിയ ചെറിയ ക്ലിപ്സും ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. പക്ഷെ അതിനെക്കാട്ടിലും കൂടുതൽ എഫക്റ്റീവ് നിങ്ങൾ പാരൻസ് കുട്ടീനെ നഖമൊക്കെ വെട്ടിക്കൊടുത്ത് കുട്ടീനെ കുറച്ച് പറഞ്ഞ് ട്രെയിൻ ചെയ്യുക. പിന്നെ എന്നെക്കാട്ടിലും നന്നായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ സോപ്പിടാൻ അറിയാം. അപ്പോൾ നിങ്ങൾ പാരൻസ് ട്രൈ ചെയ്താൽ തന്നെ ഈ ഒരു ഹാബിറ്റ്സ് നല്ല രീതിയിൽ കുറച്ച് കിട്ടും.